ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി. എന്നെ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിൻസി, ഇതെൻ്റെ ജീവിത പങ്കാളി ബെന്നി. ഞങ്ങൾ വരുന്നത് മലപ്പുറം ജില്ല കൽക്കുണ്ട് സെൻറ്റ് മേഴ്സ് ഇടവകയിൽ നിന്നാണ്. ഞാനിവിടെ സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ 2020 ഉടമ്പടി എടുത്തതാണ്. പക്ഷേ കോവിഡ് ആയ പിന്നെ അതിന് ശേഷം ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ 2023 എൻ്റെ ജീവിത പങ്കാളിയും മകളും ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ചു, ഞാനും ആ കൂട്ടത്തിൽ തന്നെ പ്രാർത്ഥിച്ചു പോയി. പക്ഷെ ഞാൻ ഉടമ്പടി പുതുക്കിയത് 2024, ഞാൻ ഡേറ്റ് ഓർക്കുന്നില്ല, വന്നു ഞാൻ ഉടമ്പടി പുതുക്കിയത്. അങ്ങനെ ഉടമ്പടി പുതുക്കി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ ഞങ്ങൾക്കൊരു വലിയ പ്രതിസന്ധി ഉണ്ടായി. ഞങ്ങളുടെ കാർഷിക ലോണായിട്ട് ഞങ്ങൾ ഒരു 6 ലക്ഷം രൂപ എടുത്തിരുന്നു. പക്ഷേ പിന്നെ വന്ന കോവിഡും വെള്ളപ്പൊക്കവും കാരണം ഞങ്ങൾക്കത് അടയ്ക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് കൊച്ചിൻ്റെ പഠനവും, അവൾ ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പോഴും പ്രാർത്ഥിക്കും, അമ്മ മാതാവേ, അവൾ ജർമ്മനി പോകുന്നതിനല്ല എനിക്ക് താല്പര്യം, അവൾക്കൊരു നല്ല ജീവിത പങ്കാളിയെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞങ്ങളുടെ ലോണിൻ്റെ ഒരു കടം തീർക്കാൻ ജപ്തിയായിട്ട് വരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പം കല്യാണം നടക്കണം, ജപ്തിയുടെ കാര്യം നടക്കണം, പക്ഷേ എങ്ങനെ മുന്നോട്ട് പോകും അറിയില്ല. ഞങ്ങൾ അങ്ങനെ ഇരുന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു, നമുക്ക് പോകാം, നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടിയിൽ നമ്മുടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം എഴുതി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളെ ബാങ്കിൽ നിന്ന് വിളിച്ചു, നിങ്ങൾക്ക് ഒറ്റ തീർപ്പാക്കി ലോണ് കുറച്ച് തരാം, 6,80,000 രൂപയായിട്ട് നിങ്ങൾക്ക് 11.5 ലക്ഷം രൂപയുണ്ടായിരുന്നു, അതിൽ 6,80,000 നിങ്ങൾക്ക് കുറച്ച് തരാം, പക്ഷേ അതൊന്നായിട്ട് അടയ്ക്കണം. അപ്പോഴും ഞങ്ങളിങ്ങനെ ഓർത്തു, കുഞ്ഞിനെ കെട്ടിക്കാൻ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് എടുക്കുമ്പോൾ അതും പ്രതിസന്ധിയാകും. അങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ ഒരു വ്യക്തിയിൽ കൂടി ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, ഞങ്ങളെ സഹായിച്ചു. അമ്മ മാതാവ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു വ്യക്തിയെ വിട്ടതുപോലെയാണ് ഞങ്ങൾക്ക് ആ സഹായം കിട്ടിയത്. ആ സഹായത്തിൽ കൂടി ഞങ്ങൾക്ക് ആ ലോൺ അടച്ചു തീർത്തു. ആ അടച്ചു തീർത്ത ലോണിൻ്റെ കടലാസും കൊണ്ട് ഞങ്ങൾ ആദ്യം ഒരു ബാങ്കിൽ പോയി. പക്ഷേ അവിടെ 10-20 ദിവസം ആ കടലാസ് വെച്ച് ലോണ് തരാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ മാസം കുറച്ചേ ഉള്ളൂ, കൊച്ചിൻ്റെ കല്യാണത്തിന് 2.5 മാസവും കൂടി ഉള്ളൂ ഈ ലോണ് പാസ്സായി വരണം. അപ്പം അവിടെ ചെന്നപ്പം അവർ 10 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് സ്കോറ് കുറവാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ലോൺ അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ എന്നോട് വിളിച്ച് പറഞ്ഞു, എടി അവിടെ നിന്ന് ലോണ് കിട്ടുകയില്ല, എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ വീടിൻ്റെ ലോൺ അപ്പോൾ വേറൊന്നുണ്ട്, അപ്പോൾ ആ ബാങ്കിൽ ഞാനൊന്ന് പോയി ചോദിക്കട്ടെ. അവിടെ ചെന്ന് ചോദിച്ചപ്പം അവർ പറയും, നോക്കട്ടെ, ഞങ്ങൾ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പം ആ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വേറൊരു ലോണ്, പുതിയതായിട്ടൊരു ലോണ് വന്നിട്ടുണ്ട്, അതിൽ കൂടി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കടലാസ് വെച്ച് തന്നെ ഞങ്ങൾക്ക് 2ാമത് ലോണ് പെട്ടെന്ന് 1 മാസം കൊണ്ട്, ആ ഒരു സാറിന് ഞങ്ങൾക്ക് ദൈവദൂതനെ വിട്ട പോലെയായിരുന്നു. അവിടെ നിന്ന് വന്ന് ഞങ്ങൾക്ക് ആ ലോണ് ശരിയാക്കിയിട്ട് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കല്യാണം, അങ്ങനെ ഞങ്ങളുടെ ഇടവകയിൽ തന്നെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അവൾക്കൊരു പയ്യനെ കിട്ടി. ഞങ്ങൾക്ക് നല്ല രീതിയിൽ അവളെ കെട്ടിച്ച് വിടാനും ഇന്ന് അവളവിടെ കാനഡയിലെത്താനും കഴിഞ്ഞു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. 2ാമത് എൻ്റെ സാക്ഷ്യം എൻ്റെ ജീവിത പങ്കാളിയാണ്. ഒരു 2-3 ആഴ്ചയ്ക്ക് മുന്നേ പുള്ളിക്കാരന് ഈ മേല് ചൊറിഞ്ഞു തടിക്കുന്നൊരു ഇതുണ്ട്. അപ്പം സാധാരണ ചൊറിഞ്ഞു തടിക്കുമ്പം സിട്രസിൻ ഗുളിക കഴിക്കും, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. അങ്ങനെ 1 വർഷമായിട്ട് മരുന്നും വാങ്ങും, ഇതും കഴിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ കൃഷിക്കാരാണ്, കൃഷിയാണ് കൂടുതൽ ഞങ്ങളുടെ ജോലി, അപ്പം കൂടുതൽ റെസ്റ്റൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഇതിൻ്റെ 1 മാസം മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടായപ്പം പെട്ടെന്ന് മേല് ചൊറിഞ്ഞു തടിച്ചു, ഗുളിക കഴിച്ചു. മാറുന്നതിന് പകരം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് ഛർദ്ദിക്കണമെന്ന് പറഞ്ഞപ്പം ഞാൻ ഗുളിക കഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഉപ്പും തൈലവും തരട്ടെ എന്ന് ചോദിച്ചു. നീ താന്ന് പറഞ്ഞു. അത് കൊടുത്തോടുകൂടി ഒന്ന് ഛർദ്ദിച്ചതോടുകൂടി തല കറങ്ങി എൻ്റെ കയ്യിലേക്ക് വീണു. ഞാൻ അപ്പം തന്നെ ഓർത്ത്, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ. അത് എല്ലാം ഉണ്ടാകുന്ന രാത്രി 1 മണിക്ക് ശേഷമാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ കാണാൻ ചുറ്റോടത്തെ അയൽവക്കക്കാരൊന്നുമില്ല. ഞങ്ങൾ ഇച്ചിരി കുന്നിൻ്റെ മുകളിലാണ്, വണ്ടി ഉണ്ടെങ്കിലും വീടിൻ്റെ മുറ്റത്ത് വണ്ടി വരത്തില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, എങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകും, ആരോട് പറയും? എനിക്കൊരു ഭയങ്കര ഭയം. വണ്ടി 4 വീലുള്ള ജീപ്പേ വീട്ടിൽ കയറുള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുക 1 മണിക്കൂർ ഞാനിങ്ങനെ കാത്തു, സുഖമാകുമോ? 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മമാതാ വന്ന് ബോധം കെട്ട് വീണ മനുഷ്യൻ. ഞാൻ നോക്കുമ്പോൾ ചാടി എണീറ്റിരുന്ന് ഞാൻ താങ്ങി പിടിച്ച് കട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തി. ആ കടലിലേക്ക് കൊണ്ടുപോയി കിടത്തി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും സമാധാനമായി. അങ്ങനെ സുഖപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ 2 ആഴ്ചയ്ക്ക് മുന്നേ പിന്നെ ഇതുപോലെ ഉണ്ടായി ചൊറിഞ്ഞങ്ങ്
കണ്ടമാനം അങ്ങ് തടിച്ച് കഴിഞ്ഞേച്ചിട്ട് ചെവിയിൽ നിന്ന് ചൂടാന്നാണ് പറയുന്നത്. ആ ചൂടിങ്ങനെ വന്നേച്ചിട്ട് ആൾ പിന്നെ നിൽക്കപ്രതിയില്ല, ഇങ്ങനെ ആകെ ഒരു അസ്വസ്ഥതയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓർത്ത് ഞാൻ എന്താ ചെയ്യുന്നത്, പിന്നെയും വന്നല്ലോ, ഇനി തല കറങ്ങുമല്ലോ. സമയം 1:15 അപ്പോൾ രാത്രി. ഞാൻ ഓർത്ത് ആരെയാണ് വിളിക്കുന്നത്. ഞാൻ കണ്ട വീട്ടിലോട്ടാണെങ്കിൽ റബ്ബർ തോട്ടത്തിനകത്താണ്. ഞാൻ ഈ അടിച്ച് പാരാഞ്ഞിട്ട് അപ്പടി ചപ്പൊക്കെ വീണ് കിടക്കുക, ഇച്ചിരി കുന്നാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു വണ്ടി വന്നാലും കയറി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. തല കറങ്ങി ഇങ്ങനെ കിടക്കുക. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പം എന്നോട് വെള്ളം ചോദിച്ചു. ഞാൻ ഈ വെള്ളം കൊടുത്തു, ഉപ്പിട്ട് ഞാൻ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പം ഛർദ്ദിച്ചോടുകൂടി നല്ല ദേഹമൊക്കെ അങ്ങോട്ട് കറുത്തപ്പോൾ ഞാൻ ഓർത്ത് ദൈവം ഇതെന്തൊരു കഴി. അപ്പം ശ്വാസമൊക്കെ നിന്ന പോലെയായിപ്പോയി. ഞാൻ പെട്ടെന്ന് തേനെടുത്ത് വായിലേക്ക് ഒഴിച്ചു. ഷുഗറാണോ പ്രഷറാണോ എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ ആ ആദ്യം തേൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉപ്പ് കൊടുത്തു കഴിഞ്ഞ് തൈലം തൊട്ട് ഞാൻ അവിടെ മുട്ട കുത്തിന്ന് ഞാൻ കുരിച്ച് വരച്ചു. അമ്മ മാതാവി രാത്രി ആരുണ്ട് എന്നെ സഹായിക്കാൻ? ആരും 2 മക്കളും ഇവിടെ ഇല്ല, കൈവിട്ട് പോവുകയാണോ? എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. എന്നിട്ട് ഞാൻ അമ്മ മാതാവ്, അമ്മേ നീ ഇപ്പോൾ ഇവിടെ ഇറങ്ങി വരണേ, ഞങ്ങളെ സഹായിക്കണമെന്ന്. അമ്മ മാതാവ് അവിടെ നിന്ന് 3:15 മണി വരെ ആ കിടപ്പ് കിടന്നു. 3:15 മണി കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ അമ്മ വന്ന് അവിടെ നിന്ന് രക്ഷിച്ചു, ജീവൻ തിരികെ തന്നു. അതാണ് ഈ നിൽക്കുന്നത്. എനിക്കിതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രേക്ഷിത വേലയായിട്ട് ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി 6-8 പത്രം കാണും മിക്ക പ്രാവശ്യം വന്നു പോകുമ്പം. ഞങ്ങളത് പള്ളിയിൽ ഒരു പ്രാവശ്യമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളുടെ വീടിന് ചുറ്റും എല്ലാ വീടുകളിലും കൂടെ നടന്ന് ഞങ്ങൾ ഉപ്പ് വാങ്ങും, കാശ് രൂപം വാങ്ങും. എല്ലാവർക്കും ഉപ്പും കൊടുക്കും, കാശ് രൂപം കൊടുക്കും, പത്രവും കൊടുക്കും. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ, ആശുപത്രികളിൽ ഒക്കെ കൊണ്ട് നടന്ന് കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകും, ഭക്ഷണം വെച്ച് പൊതി കെട്ടി അവിടെ കൊണ്ടുപോയി ഞങ്ങൾ കൊടുക്കും. അവിടുന്ന് ഞങ്ങൾക്ക് തിരസ്കരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ ചിലപ്പോൾ പറയും പുറത്ത് നിന്ന് കൊടുക്കാൻ പറയും. എന്നാൽ ഞങ്ങൾ പുറത്ത് നിന്നാലും ഒത്തിരി ആവശ്യക്കാർ കാണും, ഞങ്ങളത് കൊടുക്കും. അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയിലും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പാവപ്പെട്ട വീടുണ്ട്, 5-6 മക്കളായിട്ട് ചെറിയ താന്നൊരു കുടുംബമാണ്. അവർക്ക് എപ്പോഴും നല്ല ഭക്ഷണമൊന്നും വെച്ച് കഴിക്കാൻ കഴിയില്ല. അപ്പം ഞാനിക്കുണ്ടാവുമ്പോഴല്ല അവർക്ക് ഭക്ഷണങ്ങൾ വെച്ച് അവർക്ക് ഞാൻ എത്തിച്ചു കൊടുക്കും. അത് വിവാഹത്തിനായിട്ട് അവർക്ക് സഹായം, അങ്ങനെ പല രീതിയിൽ ഞങ്ങളങ്ങോട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ടാണെങ്കിലും ഞങ്ങൾക്ക് അവിടെ ഒരു ആകാശപ്പറവുകളുണ്ട്, അവിടെ പോകും. ഞങ്ങൾ കഴിയുന്നതും ആഴ്ചയിൽ ഒരു ദിവസം ഇല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും അവിടെ ചെന്ന് അവരെ കുളിപ്പിക്കാനും ഞങ്ങൾ 2 പേരും കൂടി പോകും. ഷേവ് ചെയ്യാനും ബാത്റൂം തേച്ച് കഴുകാനും എല്ലാം ഞങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ ടാപ്പിങ്ങാണ് ജോലി. അപ്പോൾ ഒന്നും പോകാൻ കഴിയത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പോകും. കുമ്പസാരമാണെങ്കിലും മാസത്തിലൊരിക്കൽ തന്നെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഇത്രയാണ് ഞങ്ങളുടെ കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷക പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ബെന്നി എന്നാണ്, മലപ്പുറം ജില്ല കരുവാരൂരിൽ നിന്ന് വരുന്നത്. എനിക്ക് അമ്മ മാതാവും ഈശോയ്ക്കുന്ന രോഗസത്തിന് കോടാനുകൂടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 91, 15, 16 തിരുവചനങ്ങൾ. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പ്രിൻസി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളി ബെന്നിയും കുടുംബത്തിൽ ലഭിച്ച 3 വലിയ അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ വലിയ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തേത് 6 ലക്ഷം രൂപ ലോൺ എടുത്തത് പലിശ കയറി 11 ലക്ഷമായതും, പിന്നീട് അമ്മ മാതാവിൻ്റെ അരികിൽ നിയോഗം സമർപ്പിച്ച് അതിനൊരു ഇളവും വിടുതലും കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവസങ്ങളിൽ തന്നെ ബാങ്കിൽ നിന്ന് വിളിച്ച് ഒറ്റത്തവണ തീർപ്പാക്കുന്ന വിധത്തിൽ വളരെയധികം പലിശ കുറച്ച് കൊടുത്ത് 680 അടച്ചു തീർക്കുവാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. കുടുംബത്തിനകത്ത് ആ സമയം പൈസ എടുത്തു കൊടുക്കുവാനില്ലെങ്കിലും അമ്മ മാതാവും ഈശോയും മറ്റൊരു വ്യക്തിയെ കുടുംബത്തിന് കണ്ടെത്തി കൊടുക്കുകയും കൃപയാവുകയും അതിലൂടെ ആ ലോൺ അടച്ച് ആധാരം തിരികെ എടുക്കുവാൻ അമ്മ സഹായിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ മറ്റൊരിടത്ത് ലോൺ ശരിയാക്കിക്കൊണ്ട് ആ ഉണ്ടായിരുന്ന ബാധ്യത മുഴുവനും തീർക്കുവാൻ അമ്മ മാതാവ് രണ്ടാമത് വഴിയൊരുക്കി കൊടുത്തത്
മറ്റ് 1-2 തിരക്കുമ്പോൾ സിബിൽ സ്കോർ കുറവാണെന്ന് പറഞ്ഞ് തിരസ്കരിച്ചത് വേറെ അനുകൂലമായ സാഹചര്യത്തിൽ അമ്മ തന്നെ നയിക്കുകയും വഴിയൊരുക്കുകയും ബാധ്യതകളൊന്നും കൂടുതൽ ഭാരപ്പെടുത്താത്ത വിധം ലോൺ എടുക്കുവാനുള്ള വഴികൾ കുടുംബത്തിൽ തുറന്നു കൊടുത്തതാണ് രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം മകളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള നിയോഗത്തെയും യാതൊരു ക്ലേശവുമില്ലാതെ ഈ നാളുകളിൽ തന്നെ ആ വിവാഹ ജീവിതത്തിലേക്ക് മകളെ നയിക്കുവാൻ കുടുംബത്തെ സഹായിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തി. പിന്നീട് അപ്പച്ചനുണ്ടായ ഗുരുതരമായ രോഗാവസ്ഥ വളരെ വൈകി രാത്രിയിലുണ്ടാകുന്നത് കൊണ്ട് എങ്ങും കൊണ്ടുപോകാനാവാത്ത സാഹചര്യത്തിൽ അമ്മ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ, ഉടമ്പടി ഉപ്പ്, തേൻ, ഉടമ്പടി തൈലം എന്നിവ ഉപയോഗിച്ച് അമ്മയുടെ അരികിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചത് വഴി അപ്പച്ചന് ലഭിച്ച സൗഖ്യവും മറ്റൊരു മരുന്നോ ചികിത്സയോ ഒന്നുമില്ലാതെ ഏറെ ക്ലേശിച്ച് ജീവൻ നഷ്ടപ്പെടുമോ എന്ന് പോലും കരുതിയ നിമിഷത്തിൽ നിന്ന് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി സഹോദരന് ലഭിച്ച ജീവൻ തിരികെ കിട്ടിയ രോഗസൗഖ്യത്തെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം ആപത്ത് സമയത്ത് നമുക്ക് എപ്പോഴും വലിയ സംരക്ഷണമാണ്. നാം ജീവിതത്തിൻ്റെ നഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, രോഗദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണമെന്ന് ലോകത്തോട് സന്ദേശം പകർന്ന അതേ അമ്മ നമ്മുടെ ജീവിത വിഷയങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ദുരിതങ്ങൾ അകറ്റുവാൻ, കഷ്ടങ്ങൾ മാറ്റിത്തരുവാൻ, രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുവാൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ സമയച്ചുരുക്കത്തിൽ ഓരോ കാര്യവും ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കുന്നത്, സുസ്ഥിതിയിലേക്ക് നയിക്കുന്നതാണ് ഈ സഹോദരി വാക്കുകളിലൂടെ നമ്മളോട് പങ്കുവച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിൻ്റെ ജീവിത ദുരിതങ്ങളിൽ ദൈവത്തോട് നീ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുവോ അതോ ദൈവത്തിൽ നിന്ന് നീ അകന്നു സഞ്ചരിക്കുന്നുവോ എന്നതാണ്. 2 തരത്തിൽ നമ്മൾ പെരുമാറാറുണ്ട്. ഒന്ന്, എൻ്റെ രോഗദുരിതങ്ങളിൽ, കഷ്ടനഷ്ടങ്ങളിൽ, ജീവിത തകർച്ചയിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് എനിക്ക് മതിയായവൻ, എൻ്റെ ജീവിതത്തെ കരകയറ്റുവാൻ ശക്തിയുള്ളവൻ, ഏതൊരാപത്തിലും എന്നെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ഈശോ കർത്താവ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ആത്മാവും ശരീരവും ജീവിതത്തിൻ്റെ പദ്ധതികളും ആലോചനകളും ദൈവത്തോട് ചേർത്ത് കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. മറ്റൊരു കൂട്ടർ അത് ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളും രോഗദുരിതങ്ങളും വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് ലോകത്തിൽ മാത്രം ആശ്രയിക്കുകയും ദൈവവിശ്വാസത്തിനെ നഷ്ടപ്പെടുത്തും വിധം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിൽ ശരണപ്പെടുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. കഴുകന്മാരെ പോലെ അവർ ചിറകടിച്ചുയരും. എത്ര ഓടിയാലും അവർ ക്ഷീണിക്കുകയില്ല, എത്ര നടന്നാലും അവർ തളരുകയില്ലെന്ന് പ്രവാചക വചനം നമ്മുടെ ജീവിതത്തിലേക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഏതൊരു ജീവിത ക്ലേശത്തിലുമായിരിക്കുന്നവർ അമ്മയുടെ ഉടമ്പടി പ്രകാരം ജീവിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ദൈവശക്തിയായി ആപത്സന്ധികളിൽ നമുക്ക് മാറുമെന്ന പ്രത്യാശയോടെ അവ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അനുഗ്രഹമായി, അനുഭവമായി, ജീവിതത്തിൻ്റെ കഷ്ടങ്ങളിൽ വിടുതലായി നമുക്ക് മാറുന്നതെന്ന് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക. ഈ കുടുംബത്തിന് ഈ നാളുകളിൽ പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച ഓരോ അനുഭവത്തിനും അനുഗ്രഹത്തിനും നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് അമ്മ മാതാവിനും ഈശോയ്ക്കും സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.